എൻ്റെ പേര് ജോൺസൺ എന്നാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് തമ്പി എന്നും അമ്മയുടെ പേര് ഗ്രേസി എന്നുമാണ്. ഞങ്ങൾ 8 മക്കളിൽ മൂത്തവനാണ് ഞാൻ. കോയിവിള ഇടവക അംഗമാണ്. കൊല്ലം രൂപതയിൽ പ്രീ ഡിഗ്രി വരെ പഠിക്കാനുള്ള ചാൻസേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വീട്ടിലെ കുടുംബപരമായിട്ട് പ്രാരാബ്ധമുള്ളതിൻ്റെ പേരിൽ കായലിപ്പണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മാമൻ കൺസ്ട്രക്ഷനിൽ നിന്ന് വരുന്ന പ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ബോംബെ ഫസ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ പോയി ഒരു വെൽഡറുടെ പണി പഠിക്കണമെന്ന്. അതും പ്രകാരം ഞാൻ പോയി വെൽഡിങ്ങിൻ്റെ പണി പഠിച്ചുകൊണ്ടിരിക്കവേ തന്നെ വീണ്ടും ഒരു ചാൻസ്, വെൽഡറുടെ കാട്ടി ഫാബ്രിക്കേറ്ററുടെ ചാൻസ് ഉള്ളു, അതിൻ്റെ പേര് അതിൻ്റെ പണിയും കൂടെ പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫാബ്രിക്കേഷൻ പണിയും കൂടുതലായിട്ട് പഠിക്കാൻ നോക്കി. വിദ്യാഭ്യാസ കാലത്ത് കണക്കിൽ ഞാൻ കുറച്ച് നല്ല ഏബിളായിരുന്നു. അതിൻ്റെ പേര് ഫാബ്രിക്കേഷൻ പണിയുടെ കണക്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ വിശാഖപട്ടണത്ത് സ്റ്റീൽ പ്ലാന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ അവിടുന്ന് ഒരു ലവ് മാരേജ് ഞാൻ ചെയ്യാൻ ഇടയായി. മാരേജ് രജിസ്റ്റർ ചെയ്യുകയാണ് അവിടെ ചെയ്തത്. അവിടെ വെച്ച് തന്നെ എനിക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. വീട്ടിൽ അമ്മയ്ക്കും മറ്റ് സഹോദരങ്ങൾക്കും പപ്പയും അവിടെ വന്ന് ഞങ്ങളുടെ കുടുംബമൊക്കെ കണ്ട് പേപ്പറിലൂടെ പരസ്യം കണ്ട പ്രകാരം അവിടെ ഗൾഫിലേക്ക് പോകാനുള്ള പരസ്യം കണ്ട് അവിടെ ടെസ്റ്റ് കൊടുത്ത് കമ്പനി ഏജൻറ്റ് വന്ന് ടെസ്റ്റ് കൊടുത്ത്, ബോംബെ നിന്നുള്ള ഏജൻ്റായിരുന്നു, അവർ വന്ന് ടെസ്റ്റ് കൊടുത്ത് ടെസ്റ്റ് ഞാൻ പാസ്സായ സമയത്ത് 16,500 രൂപ കൊടുത്താണ് ഞാൻ ആ ചാൻസ് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ അവർ മെഡിക്കലിന് വേണ്ടി ബോംബെയെ വിളിച്ചു. ബോംബെയിൽ പോയി മെഡിക്കൽ ടെസ്റ്റ് പാസ്സായതിന് ശേഷം നേരെ അവർ വിസ ഒരാഴ്ചയ്ക്കകം വെച്ച് വിസ വന്ന് വിസയും കൊണ്ട് ഞാൻ കുവൈറ്റിൽ പോകുന്നു. അത് 1996 ജനുവരി 5-ാം തീയതിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നു. അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അത് കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു. വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാന്റായിരുന്നു. അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ക്യാമ്പ്. ആ ക്യാമ്പിൽ നിന്ന് കമ്പനിയിലേക്ക് ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. ദൈവസഹായത്താൽ എനിക്ക് എൻ്റെ കൂടെ താമസിക്കാൻ കിട്ടിയ ആൾക്കാരെല്ലാവരും ക്രിസ്ത്യൻസ് ആയതിൻ്റെ പേരിൽ അവർ ദിവസവും എഴുന്നേറ്റ് രാവിലെ എല്ലാ കാലത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവരെ കൂടെ ഇരുന്ന് മറ്റ് സഭകളിലുള്ള ആൾക്കാരായിരുന്നെങ്കിൽ കൂടിയും നമ്മളും ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. കുഞ്ഞുനാളിൽ പള്ളിയിൽ അടുത്ത് തന്നെ വീടായതിൻ്റെ പേര് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു കാര്യക്രമമുള്ളതിൻ്റെ പേര് പ്രാർത്ഥനയിലൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. എങ്കിലും യൗവനത്തിൻ്റെ കാലത്തിലോട്ട് കയറുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ നിന്നെല്ലാം ഒരു ദൂരം പോയതിൻ്റെ ഫലമായിട്ട് കുറച്ച് പ്രാർത്ഥനയിൽ വിട്ടുനിന്നതിൻ്റെ ഫലമായിട്ട് താമസിക്കാൻ ചെന്ന റൂമിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നവരുണ്ടായതിൻ്റെ പേരിൽ അവരെ കൂടെ പ്രാർത്ഥനയിൽ വീണ്ടും ശരണപ്പെട്ടു. ആ ശരണപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നല്ല കുറച്ച് സ്വഭാവങ്ങൾ വീണ്ടും രൂപീകൃതമായി. ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും 2 ബസ് വീതം സിറ്റി മാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പള്ളി ഉണ്ടായിരുന്നത്. പള്ളിയിൽ പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ പരിചയമുള്ള ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു അച്ഛൻ ഇപ്പോൾ ഇല്ല, ആ കുവൈറ്റിൽ മരണപ്പെട്ടു പോയി. പുള്ളി കാർ ആക്സിഡൻറ്റിൽ. പുള്ളിയുടെ നിർബന്ധപ്രകാരം അച്ഛൻ്റെ അടുത്ത് പോയി കൊമ്പസാരിച്ച് ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന സമയത്ത് പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളുകയും ദിവ്യബലി പങ്കുകൊള്ളുകയും പള്ളിയിലെ കുർബാന കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ശീലം ഉടലെടുത്തു. അതുവഴി അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വന്ന ഒരു സന്ദർഭം അവിടം തൊട്ട് ഉടലെടുത്തു. അങ്ങനെ ഇരിക്കവേ കമ്പനിയിൽ ശമ്പളക്കയറ്റത്തിൻ്റെ സമയം വന്ന സമയത്ത് ആദ്യമേ ആ കമ്പനിയിൽ വന്ന ഞങ്ങൾ 32 പേരായിരുന്നു. ഞങ്ങൾക്ക് 32 പേർക്കും ശമ്പളം കൂട്ടിൽ തരണമെന്നും പറഞ്ഞ് നോട്ടീസ് അയച്ചു കൊടുത്തിടണേ. അതിൽ 15 പേർക്ക് മാത്രമേ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ അനുവാദം. 15 പേര് എനിക്കും ശമ്പളം 70 KD ആയിരുന്നു അന്നത്തെ ശമ്പളം ആദ്യമേ ഉണ്ടായിരുന്നത്. പിന്നെ അത് 90 KD ഉയർത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ
ബാക്കിയുള്ള 17 പേര് അതിന് എതിരായതിൻ്റെ പേര് നിങ്ങൾ ഈ ശമ്പളത്തിന് പണിയാൻ പറ്റത്തില്ല എന്ന് നിങ്ങളെ അടിക്കും എന്നുള്ള ഭീഷണിപ്പെടുത്തിയതിൻ്റെ പരമായിട്ട് ഞങ്ങളും പറഞ്ഞു അവർക്കും കൂടെ നിങ്ങൾ എന്തെങ്കിലും ശമ്പളം കൊടുക്കണം. പെട്ടെന്ന് കമ്പനി ഒരു തീരുമാനമെടുത്ത് ഈ 32 പേരെയും ടെർമിനേഷൻ ചെയ്യാം. അപ്പോഴത്തേക്ക് 2 വർഷമായി. ലീവിന് വരാൻ സമയമായ സമയത്താണ് ഈ സമയത്താണ് നടക്കുന്നത്. അങ്ങനെ ലീവിന് വരേണ്ടതിന് പകരം കമ്പനി ടെർമിനേഷൻ ചെയ്തതിൻ്റെ പേരിൽ ദൈവാനുഗ്രഹത്താൽ നാട്ടിൽ തിരിച്ചെത്തേണ്ടതായിട്ട് വന്നു. തിരിച്ചെത്തി ഒരു മാസം കഴിഞ്ഞ ഉടനെ അതേ സ്ഥലത്തേക്ക് തന്നെ ഒരു കമ്പനി, അതേ ജോലി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വേറൊരു കമ്പനിയിലേക്ക് സെലക്റ്റായി. അത് 70 KD-യിൽ നിന്നും 150 KD-യിലേക്ക് ശമ്പളക്കയറ്റം കിട്ടി. അങ്ങനെ 150 KD ശമ്പളം കിട്ടുകയും ചെയ്തു. ദൈവത്തോട് കൂടുതൽ ആശ്രയിച്ച സമയത്ത് ദൈവം നമ്മളെ പരിപാലിക്കുമെന്നുള്ള സത്യം മനസ്സിലായ ഉടനെ ശമ്പളക്കയറ്റം മാത്രമല്ല, ശമ്പളം എടുക്കുമ്പോൾ നല്ല പൈസയാണ്. അവിടുത്തെ ജോലിയെല്ലാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ടെസ്റ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. ഒരു പഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേടയായിട്ടിരിക്കുകയായിരിക്കും. അത് നേരെയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലെന്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 അവർ ഓവർ ടൈം കിട്ടും. അങ്ങനെ ഒരു ദിവസം തന്നെ 10-20 പഞ്ച് പോയിൻ്റ്, 20 തൊട്ട് 30 പേരെ പഞ്ച് പോയിൻ്റ് ശരിയാക്കി കൊടുക്കുന്ന പരിപാടി. ഏകദേശം 4.5 മാസം അവിടെ ജോലി ചെയ്തെങ്കിൽ പോലും ഞാൻ എടുത്തത് 900 KD അങ്ങനെയുള്ള ആ രീതിയിലാണ്. പിന്നെ ആവശ്യത്തിന് പൈസ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് 10 സെൻറ്റ് സ്ഥലമായിട്ട് വാങ്ങുന്നത് അവിടുത്തെ ജോലി ചെയ്ത പൈസയിൽ നിന്നാണ്. അത് കൂടാതെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു 6.5 സെൻറ്റ് സ്ഥലവും പിന്നെ വാങ്ങുന്നുണ്ട്. അങ്ങനെ 16.25 സെൻറ്റ് സ്ഥലം അവിടെ ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ സമ്പാദിക്കാനുണ്ടായി. പിന്നെ ഒരു വീടിനുള്ള അടിസ്ഥാനം കെട്ടി അതിൽ ഇങ്ങനെ ഇരിക്കവേ തന്നെ വാടക വീട്ടിലാണ് പിന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് വീട്ടിൽ നിന്നും ഇച്ചിരി സ്വരച്ചേർച്ച ഉണ്ടായി. അവിടുന്ന് വെളിയിൽ വന്ന് താമസിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. കുവൈറ്റ് പള്ളി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെങ്ങും അന്ന് അതേ കണക്ക് പള്ളിയില്ലായിരുന്നു. നല്ല പള്ളിയുടെ സാഹചര്യവും പള്ളിയിലെ അന്തരീക്ഷവും, അവിടെ ഓരോ മണിക്കൂർ വിട്ടുവിട്ട് പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തെയും എല്ലാ രാജ്യത്തെയും ആൾക്കാർ അവിടെ ഉള്ളതിൻ്റെ പേരിൽ 1 മണിക്കൂർ 3 മണി തൊട്ട് 4 മണി വരെയായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്ന സമയത്ത് മലയാളത്തിൻ്റെ കുർബാന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത സമയം ഉടനെ തന്നെ തുടങ്ങും. എന്നാലും അവിടെ പ്രാർത്ഥനാ ഹാളുകളുണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനാ ഹാളിൽ നമുക്ക് പോയി മലയാളത്തിൻ്റെ പ്രാർത്ഥനാ ഹാളിൽ പോയി നമുക്ക് പങ്കുകൊണ്ട് അതിൽ അറ്റൻഡ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമെല്ലാം അവിടെ ഒരുക്കും. കാര്യം എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരൻ ജെയിംസ് അച്ഛനാണ് എന്നെ അവിടെ കൊണ്ടുപോയി അതെല്ലാം കാണിച്ചു തന്നത്. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഞാൻ അതിലെല്ലാം അംഗത്വമായത്. എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നത് ഒരു സ്വഭാവമാണ്, ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോവുക. അത് അന്നുമായാലും ഇന്നായാലും ഞാൻ ഒരേ കണക്ക് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ അതിനുശേഷം ആ 4.5 വർഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഒരു സർദിലും എല്ലാം കൂടെ വന്ന് അപ്രൻറ്റീസിൻ്റെ ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് അന്നേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഇടയായി. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിചാരത്തിൽ 2ാമത്തെ ചാൻസിന് ചെന്ന സമയത്ത് പെട്ടെന്ന് ദൈവം തോന്നി, നീ ഇവിടെ തന്നെ നില്ല്, എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു തോന്നൽ എന്നെ സൃഷ്ടിക്കുകയും ഞാൻ അവിടെ തന്നെ അങ്ങനെ കാര്യമായ രീതിയിൽ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയും അവിടെ കമ്പനിയുടെ ചെലവിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ ജോലിക്ക് പോയാൽ എത്ര രൂപ കിട്ടുമോ അത്രയും രൂപ തന്നെ ശമ്പളവും എനിക്ക് ശമ്പളമായിട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുവൈറ്റിൽ 2ാം ട്രിപ്പ് പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യ 3ാമത് പ്രഗ്നൻ്റായി. അവൾ നാട്ടിൽ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഗൾഫിലായിരിക്കവേ തന്നെ ഞങ്ങളുടെ ഫാദർ പോയി നാട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 2ാമതും പ്രഗ്നൻ്റായി. 4.5 മാസം അവിടെ ഡ്യൂട്ടി ചെയ്ത് നല്ല സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട സമയത്താണ് തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നു പിന്നെ അവിടെ വാങ്ങിച്ച സ്ഥലത്ത് ഒരു അടിസ്ഥാനം കെട്ടിയിട്ടിട്ട് വീണ്ടും അബുദാബിയിലേക്ക് സെലക്ഷനായി ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി. അബുദാബിയിൽ
അവിടെ നയാസനയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ക്യാമ്പ്. അവിടെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ദരംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവിടെ ക്യാമ്പിൻ്റെ അടുത്ത് നിന്ന് നേരെ പള്ളിയുടെ അടുത്ത് കൊണ്ടുപോകും. സോണി ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ രൂപത അടിസ്ഥാനത്തിലുള്ള പള്ളിയാണ്. സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ദൈവാനുഗ്രഹത്താൽ അവിടെ നമ്മുടെ ഇന്ത്യൻ നാഷണലിൻ്റെ ലാംഗ്വേജായ ഹിന്ദിയിലാണ് മാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ മലയാളത്തിൻ്റെയൊക്കെ പ്രേയറുകളുണ്ട്, എന്നാലും മലയാളം മാസ് നടക്കുന്നില്ല. മലയാളി അച്ഛനുണ്ട്, എന്നാലും മലയാളത്തിന് മാസ് കിട്ടാത്തതിൻ്റെ പേര് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് മലയാളം മാസ് നമുക്ക് നടത്താൻ വേണ്ടി എന്താണ് അച്ഛൻ്റെ ഒരു തീരുമാനം എന്നുള്ള ഒരു രീതിയിൽ ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതൊന്നുമില്ല. ഏകദേശം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ ഒരുപാട് പേര് അച്ഛനോട് മലയാളം മാസിനെക്കുറിച്ച് പറഞ്ഞു. ആ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അച്ഛൻ ക്രിസ്മസ് പൂജ കഴിഞ്ഞ ഉടനെ വിളിച്ചു പറഞ്ഞു, മലയാളത്തിലുള്ള മാസ് അടുത്ത ജനുവരി 1st വീക്ക് തൊട്ട് മലയാളം മാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും മലയാളം മാസിന് 3:30 പള്ളിയിൽ വന്ന് ദീപവലിയിൽ പങ്കുകൊള്ളാം എന്നുള്ള, അത് കഴിഞ്ഞ് 5 മണിക്ക് ഹിന്ദിയിലുള്ള മാസും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ 3:30 അവിടെയും പ്രെയർ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു, സെല്ലുകളുണ്ടായിരുന്നു. സെല്ലുകളിലൊക്കെ പോയി പ്രാർത്ഥന ചൊല്ലും. ഞങ്ങളുടെ ക്യാമ്പിൽ തന്നെ ഞങ്ങളുടെ റൂം ഒരു പ്രെയർ ഗ്രൂപ്പ് റൂമായിരുന്നു. അതിൻ്റെ പേര് വളരെയേറെ പ്രാർത്ഥനയിൽ മുൻപോട്ട് നയിക്കാനുള്ള കൃപ ദൈവം ഒരുക്കുകയായിരുന്നു. ക്യാമ്പുകളിൽ തന്നെ ഞങ്ങൾ വേറെയുള്ള ക്യാമ്പുകളിൽ പോയി പള്ളിയിൽ വരാത്ത മക്കളെടുത്ത് പള്ളിയിൽ വരേണ്ട ആവശ്യകതയെപ്പറ്റി അവരുടെ അടുത്ത് ബോധവൽക്കരിക്കുകയും അവരെയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ബസ്സുണ്ട്, ആ ബസ്സിൽ അവരെയും കൂടെ കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ന്യായത്തിൽ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുകയും ആ പ്രവർത്തന ഫലമായിട്ട് ദൈവത്തിലോട്ട് നമ്മൾ ആയിരിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആ അനുഗ്രഹ ഫലമായിട്ട് എനിക്ക് ഒരു റൂമും ഒരു അടുക്കളയും അവിടെ വെക്കാനുള്ള ചാൻസ് റെഡിയായി കിട്ടി. അങ്ങനെ ആ സ്വന്തമായി റെൻറ്റിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്വന്തമായിട്ട് ലിവിന് വന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ കയറി താമസിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കവേ വീണ്ടും അവിടെ തന്നെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ വർഷം തോറും ധ്യാനങ്ങൾ അവിടെ നടക്കുമായിരുന്നു. നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണെന്നുള്ള ബോധ്യം, ആരെടുത്ത് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഒന്നും ഒരുങ്ങിയല്ല പോകുന്നത്. അവിടെ ചെന്ന് എന്ത് പറയണമെന്ന്, എന്ത് അവരുടെ അടുത്ത് പറയണമെന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പറയേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നുള്ള ആ രീതിയിൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളല്ല സംസാരിക്കുന്നത്, ദൈവമാണ് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നത്, അതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതേ ഉള്ളൂ. ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യർന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാര്യം പള്ളിയിൽ പോകുന്ന സമയത്ത് അവർ ബസ്സിലിരുന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങളെല്ലാം പിന്നെ അവരിങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു പ്രാർത്ഥന റൂമുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പ് ഹൗസൊക്കെ ഒരു കുഴപ്പമില്ല, എല്ലാം അനുവാദം തന്നു. കാര്യം ഞങ്ങൾ ആ ക്യാമ്പിൽ താമസിക്കുന്ന മറ്റ് ആരെക്കാട്ടിയും ഡീസൻ്റാണ്. യാതൊരുവിധ അച്ചടക്കരഹിതമായ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. ഞങ്ങളുടെ ക്യാമ്പിൽ പ്രാർത്ഥന സമയത്ത് മാത്രം ഇച്ചിരി സൗണ്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഫുൾ ബന്ദോബസ്താക്കി ജനലും വാതിലും എല്ലാം അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പേര് കൂടുതൽ വെളിയിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. ഞങ്ങളുടെ കൂടെ അന്യമതസ്ഥരായ ആൾക്കാർ പോലും താമസിക്കുന്നുണ്ട്. അവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്ന് ചേർന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ അവരുടെ കുടുംബവും രക്ഷപ്പെടുന്ന പല സന്ദർഭങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്തുള്ള ക്യാമ്പുകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് റൂം മുഴുക്കാതെ വന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഹൗസിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടെ വലിയൊരു റൂം തരുമോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞ് റൂമില്ല, ഞാൻ നോക്കട്ട് തരാമെന്ന് പറഞ്ഞു. നോക്കിയാൽ മതി, ബാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, അപ്പോൾ ബാക്കിയെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന റൂം നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ റൂം ഞാൻ എടുത്തോളാം എന്നുള്ള ആ രീതിയിലോട്ട് പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂമാകുമ്പോൾ അതിൻ്റെ ഡബിൾ റൂമുണ്ട്.
പുള്ളിക്ക് ഒരു കൊച്ചു റൂമോ, പുള്ളി ഒരൊറ്റ ഒരാളാണ്. അങ്ങനെ ആ റൂമിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് അത് ഇച്ചിരിയും കൂടെ ആൾക്കാരെ വിട്ട് ദൂരെ ആയതിൻ്റെ പേരിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉച്ചത്തിൽ സൗണ്ട് എടുത്ത് പ്രാർത്ഥിച്ച് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കാനുള്ള ഒരു കൃപ ഒരുക്കിക്കൊണ്ട്. അങ്ങനെ ഇരിക്കവേ അവിടെ നിന്നും വേറൊരു വീടും സ്ഥലവുമായിട്ട് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടുമായിട്ട് എനിക്ക് വാങ്ങാനുള്ള കൃപ ദൈവം ഒരുക്കി തന്നു. ഞാനത് വാങ്ങി അതിലോട്ട് താമസം മാറവേ തന്നെ വേറെ ഒരു അമേരിക്കൻ ചാൻസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അമേരിക്കൻ ചാൻസ് അങ്ങ് മിസ്സായിപ്പോയി. മിസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തെന്ന് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ 199 പേര് കയറിയതിൽ 7 കൊച്ചു പിള്ളേർ പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്താൽ പോകുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ആ ചാൻസ് മിസ്സായിപ്പോയി. അപ്പോഴത്തേക്ക് ഈ ചാൻസിന് വേണ്ടി വരാൻ നേരത്ത് അവിടെ ഇരുന്ന ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കാര്യം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആ ജോലിക്ക് വേണ്ടി അമേരിക്കൻ ചാൻസിന് വേണ്ടി ശ്രമിച്ചായിരുന്നു. അത് കമ്പനി മനസ്സിലാക്കി ലീവ് തരത്തില്ല, നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എല്ലാവരും റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പേരിൽ എനിക്ക് ജോലി നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. വീണ്ടും നാട്ടിലായിരുന്ന സമയത്ത് 6 മാസത്തോളം നാട്ടിൽ നിന്നു. ഇച്ചിരി പൈസയൊക്കെ കടമെടുത്താണ് അതിനകത്ത് അമേരിക്കൻ ചാൻസിന് വേണ്ടി ഒരുങ്ങിയത്. ആ പൈസയ്ക്ക് പലിശ കൊടുക്കേണ്ടതിൻ്റെ പേരിൽ 6 മാസം നാട്ടിൽ നിൽക്കേണ്ട പേരിലും എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ വന്നു. അങ്ങനെ ആ കടബാധ്യതകൾ നീട്ടാൻ വേണ്ടി വേറൊരു കമ്പനി ഇപ്പോൾ മേരിദാസ് അച്ഛ ജോലി ചെയ്ത ലാംബർ എന്ന് പറയുന്ന കമ്പനി വന്നു. അച്ഛ പറഞ്ഞ് ടെസ്റ്റിന് ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ അടുത്ത് പോയി ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ അപ്പുറത്തും ഇപ്പുറത്തും ആയിരുന്നതിൻ്റെ പേര് അവിടെ ആ വിധത്തിൽ എനിക്ക് മെസ്സേജ് കിട്ടി. ഞാൻ ആ കമ്പനിയിലേക്ക് ടെസ്റ്റിന് പോയി, ടെസ്റ്റ് പാസ്സായി. അങ്ങനെ ഞാൻ ഫാബ്രിക്കേറ്ററായിട്ട് വീണ്ടും ആ കമ്പനിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് 2005 ആണെന്ന് തോന്നുന്നു, ഏകദേശം 2005 ആ കമ്പനിയിലേക്ക് ചെന്ന് ആ കമ്പനിയിൽ ഫാബ്രിക്കേറ്ററായിട്ട് ജോലി ചെയ്യവേ തന്നെ 6 മാസം കഴിഞ്ഞ ഉടനെ ആക്ടിങ് ചാർജാൻ്റായിട്ട് ജോലി പ്രൊമോഷൻ കിട്ടി. അങ്ങനെ 1 വർഷമായ ഉടനെ തന്നെ ചാർജാൻറ്റിൻ്റെ പോസ്റ്റ് കിട്ടുകയും ചെയ്തു, ശമ്പളക്കയറ്റം കിട്ടുകയും ചെയ്തു. പക്ഷേ ഇവിടെ പൈസ കടം ഒരുപാടുള്ളതിൻ്റെ പേരിൽ അയക്കുന്ന പൈസ എത്രയും പലിശ കൊടുക്കേണ്ട ഒരു ഗതികേടിൽ വന്നതിൻ്റെ പേരിൽ അവിടെ പഴയ കടന്ന സ്ഥലം എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അത് കൊടുത്ത് കായ് വാങ്ങി. പിന്നെ പുതിയ സ്ഥലത്ത് തന്നെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കുറച്ച് വീട് നല്ല രീതിയിലാക്കി കിണർ കുഴിച്ച് ആ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ തമ്പുരാൻ കൃപ നൽകി അനുഗ്രഹിച്ചു. ഷാർജയിൽ ചെന്നുടനെ അവിടെ നല്ലൊരു പ്രെയർ സെല്ലുണ്ടായിരുന്നു, പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാവരും ഞങ്ങൾ രാത്രി 10 മണിക്ക് തുടങ്ങി വെളുപ്പിനെ 4 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഷാർജയിൽ മാസിന് യാതൊരു കുഴപ്പവുമില്ല. അവിടെ മലയാളത്തിന് 2 മാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നല്ല രീതിയിൽ ഷാർജയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ജോലി കയറ്റങ്ങൾ കിട്ടാൻ തുടങ്ങി. ഷാർജയിൽ നിന്ന് ഫോർമാനിൽ നിന്ന് സൂപ്പർവൈസറായി. അങ്ങനെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി, നല്ല ചാൻസായിരുന്നു. പക്ഷേ അവിചാരിതമായി ജീവിതത്തിൽ മൂത്ത മോളെ ആദ്യമേ കല്യാണം കഴിച്ചത് ഒരു അച്ഛൻ്റെ സഹോദരനായിരുന്നു. ആ സഹോദരനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. 2013 ആഗസ്റ്റ് മാസം 26-ാം തീയതിയായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് 2014 മൂത്ത മോൻ എഞ്ചിനീയറിങ്ങിന് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കവേ അവൻ്റെ കൂട്ടുകാരുമായിട്ട് കുളിക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് അവൻ്റെ ഒരു കൂട്ടുകാരൻ ചന്നി വന്ന് വെള്ളത്തിൽ അൺകോൺഷ്യസ് മെത്തേഡിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവൻ പോയി അവൻ്റെ കയ്യിൽ ചാവി കൊടുത്തോടനെ കയ്യിൽ കയറി പിടിച്ച് അവന് നല്ല വെയിറ്റുള്ളതിൻ്റെ പേര് അവനെ പിടിയിക്കാൻ പറ്റിയില്ല.
അങ്ങനെ രണ്ടുപേരും ആഴത്തിലേക്ക് പോയി, രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഈ മരണം നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിലായിരുന്നു. പള്ളിയിൽ ഇങ്ങനെ നമ്മുടെ നോയമ്പ് സമയമായിരുന്നു. നോയമ്പ് സമയത്ത് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് കാള് വരുന്നത്. പക്ഷേ സൈലൻ്റ് ആയതിൻ്റെ പേര് കാള് വരുന്നതെന്നറിയാം. പക്ഷേ ദൈവം അവിടെ എനിക്ക് ഒരുപാട് ധൈര്യം തന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഏതോ അനിഷ്ട സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പള്ളിയിൽ നിന്ന് വെളിയിൽ വന്ന് വിളിച്ച് നോക്കുമ്പോഴാണ് കരച്ചിൽ മാത്രം കേൾക്കാം. മോൻ പോയി എന്നുള്ള കരച്ചിൽ മാത്രം കേൾക്കാം. അപ്പോൾ ഇളയതാണോ, രണ്ടാമത്തതും മോനാണ്, മൂത്തതും മോനാണ്. അപ്പോൾ ഏറ്റവും മൂത്തത് മോളാണ്. മോളെ കല്യാണം കഴിച്ചയച്ചു. ഇതിൽ ഇളയവനാണോ മൂത്തവനാണോ എന്ന് കൺഫ്യൂഷനായി. ഞാൻ മൂത്തവനെ തന്നെ ആദ്യമേ വിളിച്ചു. ഫോൺ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നുടനെ അവനെന്തോ സംഭവിച്ചെന്നുള്ള ഒരു ബോധ്യം എനിക്ക് മനസ്സിലായി. രണ്ടാമത് വീണ്ടും റിങ് ചെയ്ത് വിളിച്ച് ഫോൺ എടുത്ത ഉടനെ കൂട്ടുകാരാണ് എടുത്തത്. ഞാൻ അവൻ്റെ പേര് ചോദിച്ചു, ബ്രില്യൻസ് എവിടെ എന്തിയെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ കുളിക്കാൻ വന്ന സമയത്ത് ബ്രില്യൻസ് കുറച്ച് വെള്ളം കുടിച്ച് ചെളിയും വെള്ളവും എല്ലാം കൂടെ വയറ്റി പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, ഞാനിപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതേ ഉള്ളൂ പള്ളിയിൽ നിന്ന്. അവൻ എന്താ സംഭവിച്ചെന്ന് മോൻ എന്നോടങ്ങ് തുറന്നു പറ, എനിക്ക് മനസ്സിലാവും. അതെങ്ങനെ? അപ്പോൾ അവൻ ചോദിക്കുന്നു, അപ്പയ്ക്ക് എങ്ങനെ മനസ്സിലാവും? അവനിപ്പോൾ എന്താ സംഭവിച്ചത്, എന്താ കണ്ടീഷൻ എന്ന് എന്നോട് തുറന്നു പറയാൻ പറയും. അപ്പോൾ ഇച്ചിരി നേരം മിണ്ടാതിരുന്നിട്ട് അവൻ പറഞ്ഞു, നമ്മളെ വിട്ട് പോയി, ബ്രില്യൻസ് പോയെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ഒരു ബോധ്യം എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ ഒരു ഉൾവിളി എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങളുടെ കമ്പനിയുടെ മെയിനായിട്ടൊരാളുണ്ടായിരുന്നു, ജെറോം സാർ എന്നും പറഞ്ഞ്, പുള്ളിയെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിൽ വന്നു. അന്നേ ദിവസം തന്നെ രാത്രി വന്ന് വീട്ടിൽ വന്ന് ഭാര്യയെ സമാധാനപ്പെടുത്തിയാണ്. അവളെ അറിയുന്നില്ല, മകൻ മരിച്ചുപോയെന്നുള്ള കാര്യം അറിയുന്നില്ല. പക്ഷേ എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, അവൻ ആശുപത്രിയിലാണ്, അവനെ കൊണ്ടുവരാം. അങ്ങനെ ബോഡി കൊണ്ടുവരാനായിട്ട് എൻ്റെ അളിയനും ആ സ്ഥലത്തേക്ക്, ഈ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ കൊണ്ടുവന്ന് നേരെ കൊല്ലം ബെൻസീർ ഹോസ്പിറ്റലിലാണ് മോർച്ചറിയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. വെള്ളിയാഴ്ച സംഭവിക്കുന്നു. ശനിയാഴ്ച രാവിലെ വൈകിട്ട് കൊണ്ടുവരുന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അടക്കത്തിന് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് മോൻ മരിച്ച വിവരം പൂർണ്ണമായിട്ട് അവൾ മനസ്സിലാക്കുന്നത്. വീട്ടിൽ പന്തലിടുന്നത് പോലും അവളെ അകത്ത് ഇരുത്തിയിട്ടാണ് വെളിയിൽ പന്തലിടുന്നത്. ഒന്നും സൗണ്ട് കേട്ടാൽ പറയും അപ്പുറത്ത് ഏതോ പൈപ്പ് ലൈൻ ഏതാണ്ട് ലീക്കായി, അവർ കുഴിയടിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. വളരെ ഞങ്ങൾക്ക് അങ്ങനൊരു മോനെ ദൈവം തന്നതിൽ ഞങ്ങൾ വളരെയേറെ നന്ദിയാണ്. കാര്യം അവൻ കഴിച്ചില്ലെങ്കിലും അവൻ്റെ കൂട്ടുകാരെ അവൻ കഴിപ്പിക്കുമായിരുന്നു. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് നാക്കും, പ്രിൻസിപ്പാളിൻ്റെ പെർമിഷനോട് കൂടി. അങ്ങനെ ഒരു മകനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട്. എന്നോട് മരണത്തിന് എന്നെ ആശ്വസിക്കാൻ വന്നവരെടുത്ത് പറഞ്ഞു, ജോബ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവരെ എല്ലാം ആശ്വസിച്ചു. പക്ഷേ എൻ്റെ സഹോദരങ്ങളും എല്ലാം പറഞ്ഞു, എന്തോ സംതിങ് റോങ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു മരണം സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ എനിക്കും എൻ്റെ ദൈവത്തിനും അറിയാം എന്താണ് റോങ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലെ സഹനത്തിൻ്റെ കുരിശാണ് ദൈവം എനിക്ക് തന്നതെന്നുള്ള ആ ഒരു ബോധ്യം ആ മരണത്തിലൂടെ എനിക്ക് മനസ്സിലായി. നമ്മൾ എല്ലാം സഹിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ കുരിശിനെ നമ്മൾ പിന്തുടർന്ന് ചെല്ലാനുള്ള ഒരു ബാധ്യസ്ഥത നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള മനസ്സിലായി. അവിടുന്ന് അങ്ങോട്ട് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, നല്ല രീതിയിൽ ശമ്പളമൊക്കെ എടുത്തു. അവസാനം ഇളയ മോനെ അവിടെ ഷാർജയെ കൊണ്ടുചെന്നു. അവിടുന്ന് അവൻ സൗദിക്ക് സെലക്റ്റായി. ഇപ്പോൾ അവൻ സൗദി അറാംകോ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് അവിടുന്ന് എൻ്റെ വയസ്സ് ഓവറായതിൻ്റെ പേര് പണിയും കുറവായതിൻ്റെ പേര് ടെർമിനേഷൻ കിട്ടി. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് സുഖജീവിതം നയിക്കുകയാണ്. ദൈവത്തിന് നന്ദി.